ഹായ് ഹലോ, വൈഷ്ണവ് മച്ചാൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇത് 7ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ 7ാമത്തെ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ അയൺ ആർമറൊക്കെ മാറ്റി നമുക്കൊരു ഫ്രഷ് ഡയമണ്ട് ആർമർ ഒപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്നെങ്കിൽ മൈനിങ്ങിന് പോകാം. മൈനിങ്ങിന് ഒക്കെ പോയി നമ്മുടെ കേവിനകത്തൊക്കെ ഇറങ്ങി നമുക്ക് ഡയമണ്ട് ഒപ്പിക്കാം. അങ്ങനെയെന്ന് വെച്ചാൽ കുറേ സമയം എടുക്കും. പോലെ എൻ്റെ ഇപ്പോഴത്തെ അപ്ഡേഷൻസൊക്കെ വന്നേക്കുന്നത് മറ്റേ ടെംപ്ലേറ്റൊക്കെ ഇല്ലേ, നെതറൈറ്റ് ടെംപ്ലേറ്റും അതായത് പിന്നെ ഡ്രിമ്മും ഒക്കെ ഇടാനായിട്ട് നമുക്ക് ഈ ഡയമണ്ട്സൊക്കെ ഒത്തിരി ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ആദ്യം മുതലേ കിട്ടുന്ന ഡയമണ്ട്സ് എല്ലാം നമ്മൾ ഡയമണ്ട് ആർമർ ഉണ്ടാക്കി കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അപ്പം അത് അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് അന്നേരം ഒത്തിരി ഡയമണ്ട് നമ്മുടെ കയ്യിലിരിക്കും. നമുക്ക് വേറെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം ഡയമണ്ടിൻ്റെ ടൂൾസും അതുപോലെ ചെസ്റ്റ് പ്ലേറ്റ് ആർമറും എല്ലാം നമുക്ക് വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ട്രേഡ് ചെയ്ത് മേടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ആദ്യം നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കിയില്ലേ, ആ അയൺ ഫാമിൽ നിന്ന് നമുക്ക് വില്ലേജേഴ്സിന് ജോബ് കൊടുത്ത് അമ്മമാരുമായിട്ട് അയൺ ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അമ്മമാരുമായിട്ട് അയണൊക്കെ ട്രേഡ് ചെയ്ത് പിന്നെ നമുക്ക് കുറേ ലൈബ്രറിയന്മാരെയൊക്കെ ഒപ്പിച്ച് നമുക്ക് എൻചാൻറ്റിങ് ബുക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആർമറും വിത്ത് ടൂൾസും നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ നമ്മുടെ അയണൊക്കെ ഒന്ന് വിറ്റ് നമുക്കൊരു എമറാൾഡൊക്കെ മേടിക്കാൻ പറ്റുന്ന കുറച്ച് വില്ലേജേഴ്സിലെ ഒരു കൂടിപ്പോയ 2 പേരൊക്കെ, അതായത് നമ്മുടെ ബ്രീഡറിൽ ഇപ്പോൾ അത്രയും ആൾക്കാരില്ല. കാരണം വെച്ചാൽ അവിടെ ആപ്പാടെ ഇത്ര ബെഡേ ഉള്ളൂ, ഞാൻ അത്രേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ വില്ലേജേഴ്സിനെ മാറ്റിക്കൊണ്ടിരിക്കണം. അതായത് നമ്മുടെ വില്ലേജർ ബ്രീഡർ അത്യാവശ്യം എഫിഷ്യൻ്റ് ഒന്നുമല്ല. നമ്മുടെ ബേസ് പണിയാൻ നേരത്ത് നമുക്കിതെല്ലാം റീബിൽഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ടെമ്പററി സെറ്റപ്പായിട്ട് അത് മാറ്റി വെച്ചേക്കുന്നതാണ്. ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബാണ് നമുക്കൊരു ഇനിയും വീഡിയോസ് ഇടാനായിട്ട് ഉള്ള ഓരോ ഇത്. കഴിഞ്ഞ വീഡിയോയൊക്കെ നല്ല റെസ്പോൺസാണ്, എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. അപ്പം നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള മൈൻക്രാഫ്റ്റ് വീഡിയോസും മറ്റുള്ള വീഡിയോസും ഇടാനായിട്ടുള്ളൊരു പ്രചോദനം അത് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നേരെ നമ്മുടെ ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റും ചെസ്റ്റ് പ്ലേറ്റും പോട്ടെ, നമ്മുടെ ഫുൾ സെറ്റ് ആർമർ ഒപ്പിക്കുന്ന ആ ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അത് ജസ്റ്റ് ഒരു ബേസിക്സാണ്. അതായത് നമ്മളിപ്പോൾ അയൺ വിൽക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇന്ന് തന്നെ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറൊന്നും ആകാൻ പോകുന്നില്ല. നേരത്തെ നമ്മൾ വില്ലേജേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് ബോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം, ലീഡ് എടുത്തേക്കാം. ഓക്കെ, നമുക്കിനി നമ്മൾ അപ്പുറത്ത് ആദ്യം നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാൻ പോയ സ്ഥലത്ത്, അതെ ആ കാണുന്ന ഒരിടത്താണ് ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ ബ്രീഡർ ട്രേഡിങ് ഹോൾ, ഒരു 3-4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ട്രേഡിങ് ഹോൾ. ഇവിടെ കുറച്ച് വില്ലേജേഴ്സൊക്കെ വന്നിപ്പുണ്ട്. അപ്പോൾ ഇവന്മാരെ നമുക്ക് അവിടം വരെ വലിച്ചുകൊണ്ട് പോകണം. അത് കുറച്ച് വിഷയമാണ്. കുറച്ച് ബ്ലോക്കൊക്കെ വെച്ച് പൊക്കേണ്ടി വരും അവിടെ. അങ്ങനെ നമ്മൾ തട്ട് കുറച്ച് പൊങ്ങിയിരിക്കുന്നത്, അത് ഇവിടുന്ന് ലോഡാവത്താണ്. നിങ്ങൾ നോക്കണ്ട. ഒക്കെ നമുക്കിനി കുറച്ച് അയൺ വേണം. അതിന് വിൽക്കാൻ വേണ്ടി കുറച്ച് അയൺ വേണം. അതിന് വിൽക്കാനായിരിക്കും, അതിന് വിൽക്കാനുള്ള സാധനത്തിന് വേണ്ടി കുറച്ച് അയൺ നമ്മളിൽ 2 സ്റ്റാക്കാണ് ഇപ്പോൾ ഉണ്ട്. 2 സ്റ്റാക്കില്ല, ഇവിടെ എഫ് വിൽക്കണം. എനിക്ക് നല്ല ദൂരത്തോണ്ടായതുകൊണ്ട് നല്ല പണിയാണ് ഇവിടെ, നല്ല പണിയാണ് ഇവിടെ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ശബ്ദമല്ല അങ്ങനെ കയറി വന്നേക്കുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കാതെ. നമ്മുടെ 4 കുട്ടാപ്പീസും അതിനകത്ത് 4 കുട്ടാപ്പീസിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ ഒരു കോഴി ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് ഇവർക്ക് ആവശ്യമുള്ള ടേബിളും പിന്നെ അതുപോലെ തന്നെ ഇവന്മാർക്ക് ഇരിക്കാൻ വേണ്ടി കുറച്ച് ഇവന്മാരെ മോംസൊന്നും വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയും കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കണം. ഇപ്പോൾ ഒരു 4 ട്രാപ്പ് ഡോറ്, കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക്, പിന്നെ ഇവന്മാർക്കുള്ള വർക്ക് ബെഞ്ച് സ്ക്രൂസ് ഒക്കെ നമ്മളത്
വീട് പണിയാൻ വേണ്ടി എന്തോരം വെട്ടിക്കൊണ്ടു. അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വുഡിനായിട്ട് ഇനി ഇവിടെ എന്താ ഇതുണ്ട്, ഈ ഒരു ടേബിൾ ഉണ്ടോ, ഇതാണ് നമുക്ക് 4 നാളെണ്ണം. ഈ 4 കൊണ്ട് നമുക്ക് അയണൊക്കെ വിൽക്കാനും പറ്റും. അങ്ങനെയുള്ള കുറച്ച് പരിപാടി. പിന്നെ നമുക്ക് വേണ്ടത് ട്രാപ്പ് ഡോർ. നമുക്കൊരു 4 ടാപ്പ് ഡോർ വേണം. ഓക്കെ, അത് സെറ്റായി. ഇനി കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക്സ് വേണം. ഇതൊന്നും വേണ്ട, നമുക്ക് ബ്രിക്ക് തന്നെ എടുക്കാം. ഇതൊന്നും ആവശ്യമില്ല, നല്ല ഇരിക്കട്ടെ. ടോർച്ചെല്ലാം കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെറിയ നമ്മുടെ ട്രേഡിംഗ് ഹാൾ സെറ്റപ്പ് ചെയ്യാം. നേരെ അങ്ങോട്ട് പോകണം ഇനി. പിന്നെ നിങ്ങൾക്ക് എന്താ കളിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അല്ല, നമ്മൾ ഹ്യൂമാനായിട്ടുള്ള ശല്യം. അപ്പം ഇനി റെയിലുണ്ടാക്കണം. അത് റെയിലുണ്ടാക്കാൻ എന്നെ കയറണ്ടേ. ഇപ്പം എൻ്റെ എത്രാമത്തെ ക്രാഫ്റ്റിംഗ് ടേബിളാന്ന് പോലും എനിക്കറിയത്തില്ല. നമുക്ക് റെയിലിന് സ്റ്റിക്ക് വേണ്ടേ? ഓക്കെ, സ്റ്റിക്ക് വേണം. 16 റെയില്, ഒരു മൈൻ കാർട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സെറ്റ്. ഇനി നമുക്ക് ഒരു റെയില് ഇങ്ങനെ ഓടിക്കാം. ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിരിക്കണം. എടാ, പിന്നെ ട്രേഡ് ചെയ്യാനല്ല. ഓക്കെ, ഇങ്ങനെ മരം ഫുള്ള് ഇങ്ങോട്ട് വെച്ച് തീർത്ത് ഇറങ്ങണം. എന്നിട്ട് നമുക്ക് ഇമാറെ ചുറ്റും ബ്ലോക്ക് വെക്കണം. ഇങ്ങനെ അടച്ച് ബ്ലോക്ക് ഇങ്ങനെ ആക്കണം. അതിന് മുമ്പ് ഇമാരുടെ ടോപ്പും കൂടെ അടക്കണം. ടോപ്പ് അടച്ച് ഇങ്ങനെ വെച്ചേക്കാം. ഇങ്ങനെ ആക്കണം. ഇമാർ തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങും, അത് ഉറപ്പാണ്. ഇതിപ്പോൾ പണിയാണല്ലോ. പിന്നെ ഇത് പൊളിക്കണ്ടായിരുന്നു. മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ബോട്ടിൽ കയറ്, റിവേഴ്സ് വരട്ടെ. റിവേഴ്സ് വരണം. നമുക്ക് കുറച്ച് സ്ഥലം വേണം, അതാണ് മെയിൻ വിഷയം. അത് ചിലപ്പോൾ ചാടി പോകും. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് പിന്നെ മണ്ടയിലോട്ട് കയറി നമുക്കിവിടെ ട്രാപ്പ് ഡോർ എടുത്ത് വെച്ചാൽ മതി. ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബോട്ട് പൊട്ടിച്ചാൽ മതിയല്ലോ. ദൈവമേ, പറ്റില്ല, ഞാൻ വെളിയിലോട്ടൊന്നും പോകല്. അയ്യോ, അതിങ്ങനെ കൊണ്ടു. ഇനി നമുക്ക് ഈ മൈൻ കാർട്ട് എടുത്ത് അതിൻ്റെ ഇവിടെ സമ്മതിക്കത്തില്ല. ഇങ്ങനെ വെച്ച് കൊടുത്ത് പുഷ് കൊടുത്താൽ അവൻ കയറിയില്ലേ? തന്നെ അവൻ കയറിയിട്ടുണ്ട്. എൻ്റെ ഒരു ബുദ്ധിയെ. ഓക്കെ, നമുക്ക് ഇനി ഇത് പൊട്ടിച്ച് മാറ്റി ഇങ്ങനെ തിരിച്ചടച്ച്, ഇനി പൊട്ടിച്ചാലും എന്താ പറയുക, ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ നമുക്കിത് പൊട്ടിച്ച് മാറ്റി ഇനി മറ്റേ ടേബിൾ വെച്ച് പണിയെടുക്കുന്നതാണ്. ഇവൻ പണിയെടുക്കും, അത് ഇമ്മാര് പണിയെടുക്കും. ഒരു ബ്ലോക്ക് എടുത്ത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പണിയെടുക്കുന്നില്ലേ? ഇങ്ങനെ വെച്ചാൽ അങ്ങോട്ട് വെച്ചാൽ ആരെങ്കിലും പണിയെടുക്കും? നമുക്ക് നോക്കാം. വീട്ടിൽ പോയിട്ട് നമ്മുടെ ബാരൽ ഇത്ര അല്ലാതെ അല്ല, നമുക്ക് പണിയൊക്കെ നമുക്ക് പിന്നെ കൊടുക്കാം. ഇപ്പം എന്തായാലും ഞാൻ ഇവന്മാരെയും കൂടെ ഇങ്ങനെ കുറച്ച് പാടുള്ള പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫൈനലി നമ്മളിത് എല്ലാവരെയും കയറ്റിയിട്ടുണ്ട്. നൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് പോയി
കിടന്നുറങ്ങിയിട്ട് നമുക്കിനി ബാക്കി അപ്ഡേഷനായിട്ട് കാണാം. കിടന്നുറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോയി നമ്മുടെ വില്ലേജേഴ്സിനെ നോക്കാം. അവന്മാർ എന്താ ജോലി എടുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി നോക്കേണ്ടത്. എന്നിട്ട് നമുക്കിനി നമ്മുടെ അയണൊക്കെ നമ്മുടെ ഇരിക്കുന്നത് ഇവന്മാർക്കും അടുത്ത് നമുക്ക് എന്താ പറയുക, ജോലി എടുത്തില്ല, ജോലി എടുത്തു, 4 പേരും എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇവന്മാരുടെ അയൺ ട്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അയൺ ട്രേഡ് ചെയ്യണമെങ്കിൽ കുറച്ച് കോളൊക്കെ കൊടുത്ത് ആദ്യം സെറ്റാക്കണം. അടിപൊളി. അപ്പം വീട്ടിൽ ഇനി കോളൊക്കെ ഉണ്ടോ നോക്കാം. വീട്ടിൽ വല്ല കോളുണ്ടോയെന്നല്ലോ നോക്കട്ടെ. നമ്മുടെ ചെസ്റ്റിനകത്ത് ഇനി കുറച്ച് കോളും കണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇതല്ല, ഒരു സ്റ്റാക്കും 10 ഉണ്ട്. ഈ ഒരു സ്റ്റാക്കും 10 വെച്ച് അവന്മാർ ഫുള്ള് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും നമുക്കിത് നല്ല ഗ്രൈൻഡിങ് പണിയാണ്. നമ്മുടെ വില്ലേജേഴ്സിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് നല്ല ഗ്രൈൻഡിങ് വേണം. നമുക്കിനി കുറേ നേരം പോയി AFK നിൽക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. ഇത്രയും തന്നെ പിടിച്ചപ്പോൾ എനിക്ക് വട്ടാകുന്നു. പിന്നെ ഞാൻ ശരിക്കുള്ള ട്രെയിനിങ് കോളൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഓക്കെ, 15 എടാ, ഇനി കോളില്ല, കുറച്ചും കൂടെ മതിയായിരുന്നു. ഓക്കെ, ഇപ്പം നമുക്കിനി നമ്മുടെ അയൺ കൊടുത്ത് ട്രേഡ് ചെയ്യാം. അല്ല, അവൻ അയൺ ഡയമണ്ട് ഷവല് വിൽക്കുന്നുണ്ടോ? അപ്പം ഇതുപോലെ നമുക്കിനി എന്താ പറയുക, ഇവനെ അൺലോക്ക് ചെയ്യണം. ഉള്ള ചവറെല്ലാം കൂടെ കൈ മൊത്തം നിറയും. അയ്യോ, എൻ്റെ എമറാൾഡ് ഈ കൈ കിടക്കുന്ന ചവറൊക്കെ എടുത്ത് എൻ്റെ കയ്യിലൂടെ നമുക്കിതെല്ലാം എടുത്ത് വെളിയിലോട്ട് എറിഞ്ഞ് കളയണം. നമ്മുടെ കൈ മൊത്തം നിറഞ്ഞ് എത്ര പിക്കാക്സാ, ഇതൊന്നും ഇനി വേണ്ട. ഓക്കെ, കുറച്ചും കൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ വീണ്ടും എൻട്രൈഡ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത് വീണ്ടും സ്ഥലമില്ല, കൊണ്ട് കളയണം. എല്ലാം കളയട്ടെ, ഫുള്ള് പോട്ടെ. ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ഫുള്ള് സംഭവങ്ങളും ഓക്കെ. ഫൈനലി ഇവനും നമുക്ക് അയൺ ട്രേഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ അത്ര അയണില്ല. ഇവനെയും നമുക്ക് അയൺ ട്രേഡ് ആക്കാൻ പറ്റത്തില്ല, നമ്മുടെ എമറാൾഡൊക്കെ തീർത്തുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ചെറിയൊരു ട്രേഡിങ് സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം ഞാൻ എന്താ പറയുക, ഇനി ഇവന്മാരെ മൊത്തം ട്രേഡ് ചെയ്ത് ഫുള്ള് ഡയമണ്ട് ടൂൾസൊക്കെ വരെ ആക്കണമെന്നുണ്ട് എനിക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വലിയ എന്താ പറയുക, എനിക്ക് ഒരുമാതിരി ഏതാണ്ട് അടിച്ചൊരു വീഡിയോ ആണ്. ഇവന്മാരെ കൊണ്ട് ഭയങ്കര വിഷയമാണ്. ഈ വില്ലേജേഴ്സ് എന്ന് പറയുമ്പോഴേ എനിക്ക് തലവേദനയാണ്. ഇവന്മാരെ കൂക്കു സൗണ്ട് കേൾക്കുമ്പോഴേ എനിക്ക് എണീറ്റ് പോകാൻ തോന്നും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു ഗൈസ്, ലവ് യു, ടേക്ക് കെയർ, ബൈ ബൈ.